ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതേ ഫ്ലിപ്കാർട്ട് സെല്ലേഴ്സിന്റെ ഒരു ആഡ് അക്കൗണ്ടാണ്. സെല്ലേഴ്സിന്റെ അക്കൗണ്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതില് ഡെയിലി ഇന്ന് സെല് ചെയ്തിട്ടുള്ള 1751 യൂണിറ്റ്സ് ആണ് സെല് ചെയ്തിട്ടുള്ള. ആക്റ്റീവ് ലിസ്റ്റിങ്ങിന് 1326 ലിസ്റ്റിങ്ങേ ഉള്ളൂ. പക്ഷെ അവര് വളരെ റേറ്റ് താഴ്ത്തിയിട്ടാണ് ഇവര് സെല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മള് അവിടെ ലിസ്റ്റിംഗ്സ് ആണിത്. ഇത് അവര് ചെരുപ്പ് അങ്ങനെയുള്ള ചപ്പൽസ് ഒക്കെയാണ് അവര് സെല് ചെയ്യുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഇവരുടെ എമൗണ്ട് എന്നൊക്കെ പറയുന്നത് 169 239ഒക്കെയാണ് സെല്ലിങ് എമൗണ്ട് ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് ഇത്രയും സെല്ലിങ് ഇത്രയും കൂടി നിൽക്കുന്നതിന്റെ കാര്യം അതാണ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് ഓർഡേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇവിടെ പോവാം, എറണാകുളം സെലക്ട് ചെയ്യുക. ചെറിയൊരു ഗ്ലിച്ച് ഉണ്ട്. ഓക്കെ 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 അപ്പം ഓർഡേഴ്സ് ആണ് ഇന്ന് വന്നിട്ടുള്ള ഓർഡേഴ്സ് ആണ്. ഇന്ന് ഓർഡർ പ്രോസസ്സിങ് ആയിട്ടുള്ളത് 1571 ഓർഡേഴ്സ് ആണ്. 3974 പിന്നെ പെൻഡിങ് ഹാൻഡ് ഓവേഴ്സ് ഉണ്ട്. ഒരു ഫ്ലിപ്കാർട്ട് നെക്സ്റ്റ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നല്ലൊരു ഓപ്ഷൻ ആണ്. കുറേ ഡീറ്റെയിൽസ് അതിലുണ്ട്. നിങ്ങളത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് അതിൽ ഉണ്ട്. അപ്പം ടുഡേ സെയിൽസ് നോക്കുവാണെങ്കിൽ, ഇന്നത്തെ സെയിൽസ് നോക്കുവാണെങ്കിൽ 3.9 ലാക്ക് സെയിൽസ് ആണ് ഇതുവരെയായിട്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു 12 മണിയായി കാണും, ഉച്ചയ്ക്ക് 12 മണിയായി കാണും. ഇന്നലത്തെ സെയിൽസ് എന്ന് പറയുന്നത് 11 ലാക്കാണ്. 11 ലക്ഷമാണ് ഇന്നലത്തെ സെയിൽസ്. യൂണിറ്റ് സോൾഡ് 1.56K ആണ്. ഇന്നലത്തെ യൂണിറ്റ് സോൾഡ് എന്ന് പറയുന്നത് 4.57K ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ഇത്രയും റീച്ച് ആകും. ഇപ്പോ ഉച്ചയ്ക്ക് 12 മണി ആകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിനുള്ളിൽ ഇത് റീച്ച് ആകും. ഇത് കാണിക്കുന്നുണ്ട് 12 PM to 1 PM എന്നുള്ള ഇതിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. സെയിൽസിന്റെ ഗ്രോത്തും കാണിക്കുന്നുണ്ട്. രാവിലെ 12 AM to 1 AM തൊട്ടിട്ടുള്ള സെയിൽസ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴും സെയിൽ നടക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. ഇപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ സെയിൽസ് ഏതൊക്കെ ഐറ്റംസിന് എത്രയൊക്കെ സെയിൽസ് വന്നേക്കുന്നത്, എത്രയൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെന്നൊക്കെ ഇതിൽ താഴത്തോട്ട് നോക്കുമ്പം കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെ ഐറ്റംസ് ആണ് കൂടുതൽ സെല്ലായേക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഇതിൽ ബിസിനസ് ഹെൽത്ത് എല്ലാവർക്കും അറിയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ബിസിനസ് ഹെൽത്ത് എന്ന് പറയുന്നത്. കുറച്ച് ലോഡിങ്ങിന്റെ കുറച്ചൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അക്കൗണ്ട്സ് റിവ്യൂ ചെയ്യുന്നതാണ് നമ്മുടെ അക്കൗണ്ട്സ്. അപ്പോൾ ആൾക്കാർക്കൊരു അറിയാനും പറ്റും എത്രത്തോളം ഇത് സെല്ലാവുന്നുണ്ടെന്നൊക്കെ. ഇപ്പോൾ ഇംപ്രഷൻസ് 3.2 CR ആണ്. 7 ഡേയ്സിലോട്ടാണ് കേട്ടോ. കൺവേർഷൻസ് 3.9%. സെയിൽസ് വന്നേക്കുന്നത് 84 ലാക്ക് ആണ് കേട്ടോ. 7 ഡേയ്സിൽ സെയിൽസ് മാത്രം 84 ലാക്കാണ് ഗ്രോസ് സെയിൽസ് വന്നേക്കുന്നത്. 35,000 യൂണിറ്റ്സ് സെല്ലായിട്ടുണ്ട്. അതിൽ 84 ലക്ഷം രൂപ കിട്ടിയിട്ടുമുണ്ട്. അതാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ അഡ്വർടൈസ്മെന്റ് സ്പെൻഡ് ചെയ്താൽ തന്നെ നല്ലൊരു റീച്ചിലോട്ട് എത്തുകയും ചെയ്യും. നമ്മുടെ പ്രൊഡക്റ്റ് റേറ്റ് എത്രത്തോളം അപ്പീലിംഗ് ആണോ കസ്റ്റമേഴ്സിന്, അത്രത്തോളം നമുക്ക് സെയിൽസ് നടക്കുകയും ചെയ്യും. ഓക്കെ, ഒരു 4 years ആയിട്ട് സെല്ലിങ് നടത്തുന്ന ഒരു അക്കൗണ്ടാണിത്. ഓക്കെ,
നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടാണ്. 4 ഇയേഴ്സ് ആയി ഇത് ക്രിയേറ്റ് ചെയ്തിട്ട്, ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്.